കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസൺ ഔസേപ്പിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ജോൺസനെ ഡിസ്ചാർജ് ചെയ്യാത്തതിനാൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളും വൈകുകയാണ്. ശരീരത്തിലെ വിഷാംശം സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷമേ പ്രതിയെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് സൂചന. നാളെ ഡിസ്ചാർജ് ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ചൊവ്വാഴ്ചയാണ് കഠിനംകുളത്തെ താമസ സ്ഥലത്ത് 30-കാരിയായ ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. പ്രതിയെക്കുറിച്ച് സംഭവ ദിവസം തന്നെ പോലീസിന് സൂചന കിട്ടിയിരുന്നു. ആതിരയുമായി ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദത്തിലായ കൊല്ലം സ്വദേശി ജോൺസൺ ഔസേപ്പ് ചിങ്ങവനത്ത് നിന്ന് പിടിയിലായി. എന്നാൽ പോലീസ് പിടികൂടുമെന്നുറപ്പായപ്പോൾ എലിവിഷം കഴിച്ച പ്രതിയെ അന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയുടെ ശരീരത്തിലെ വിഷാംശം സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിനു ശേഷമേ ജോൺസനെ ഡിസ്ചാർജ് ചെയ്യൂ എന്നാണ് സൂചന. ഇതിനുശേഷമേ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും സാധിക്കൂ. തിങ്കളാഴ്ചയോടെ ജോൺസനെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് കരുതുന്നത്. നിലവിൽ ശക്തമായ പോലീസ് നിരീക്ഷണത്തിലാണ് പ്രതി. ലൈംഗിക ബന്ധത്തിനിടെയാണ് ആതിരയെ കൊന്നതെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിന് നൽകിയ മൊഴി. കൊലപാതകത്തിന് പിന്നാലെ ജീവനൊടുക്കാൻ ആലോചിച്ചിരുന്നെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടാൽ നാട്ടുകാരുടെ മർദ്ദനമേൽക്കേണ്ടി വരുമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യാതിരുന്നതെന്നും ജോൺസൺ വെളിപ്പെടുത്തിയിരുന്നു. 1 വർഷത്തോളമായി ആതിരയുമായി ജോൺസൺ അടുപ്പമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ പങ്കുവെച്ചാണ് ഇവരുടെ സൗഹൃദം ആരംഭിച്ചത്. പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. ഭർത്താവും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആതിരയോട് ഒപ്പം വരാൻ ജോൺസൺ നിർബന്ധിച്ചു. എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയിൽ നിന്ന് പലതവണ പണം വാങ്ങി. തുടർന്നായിരുന്നു കൊലപാതകം. ന്യൂസ് 18 കഴക്കൂട്ടം.